കടവള കഴിഞ്ഞ പ്രാവശ്യം മറ്റവനെ പിടിക്കാൻ ജീവനോടെ പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ പ്രാവശ്യം ജീവനോടായിരിക്കും പിടിക്കുന്നവന്. കടവള ക്രിസ്മസ് ആണ്, കമ്പനി ഓണർ എന്തെങ്കിലും ഒക്കെ ട്രീറ്റ് ഒക്കെ തരണം കേട്ടാ. ക്രിസ്മസ് ആയിട്ട് ബോണസ് തന്നിലേക്ക് കടവള ഈ ഫസ്റ്റ് മിഷൻ നമ്മൾ കളിക്കുന്നു, സക്സസ് ആവുന്നു, അത് കഴിഞ്ഞിട്ട് കടവളിന്റെ ട്രീറ്റ്. എന്തൊരു ഹെൽമെറ്റ് ആണോ അത് കുരങ്ങനാണത്? ഇതെന്തരടാ ഹെൽമെറ്റ് ആണിത്? കടവള ഈ പ്രാവശ്യം എന്റെ കഴിവ് തെളിയിക്കാനുള്ള സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കഴിവ് മൊത്തത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം 100% കഴിവ് എന്താണ്, ഞാൻ ആരാന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വില്ലനൊന്നും കഴിവ് തെളിയിക്കാൻ നോക്കിന്നാണ് ഞാൻ കേട്ടത്. വൈകുന്നേരം തുണി ഊരി വിട്ടേക്കായിരുന്നു. അല്ലല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഈ തുണി ഊരിയ നിന്ന കൂട്ടത്തില് കടവുളും ഉണ്ടായിരുന്നു ചട്ടിപ്പുറത്ത്. അപ്പൊ നിന്നെ എന്തോ ഇത് വിട്ടതാടാ കേരി. ആദ്യം തുണിയില്ലാന്ന് പറഞ്ഞ് കരഞ്ഞതും നീ തന്നെ. ഓഫീസിന്റെ ഫ്രണ്ടിൽ എത്തി. ഞാൻ ഓഫീസിന്റെ അടുത്തുണ്ട്. ക്രിസ്മസ് ആയിട്ട് നമ്മള് ഡ്യൂട്ടിക്ക് ഒരു മുടക്കം വരരുത്, മനസ്സിലായ? നമുക്ക് ഹോളിഡേ ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മള് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു പുതിയ തലമുറകളാണ്. നീ എവിടെ പോലെ? ഓഫീസിന്റെ അകത്തോ? പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് എന്തിനു ഇത്ര നേരം? നീ അകത്ത് കയറിപ്പോ അതിനിടയ്ക്ക്? ഓക്കെ, ഇതെങ്ങനെ? ഓക്കെ ഞാൻ കയറിയിട്ടുണ്ട്. ഓ, നീ ഇയാളുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലേ? അവന്റെ പെർമിഷൻ കിട്ടിയാലേ ഇനി അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്നാ പെർമിഷൻ സമയം കളയാതെ കേറി. ഇവളൊക്കെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടോ? മാനേജർ ഒരെണ്ണം അടിച്ചട്ടെ. കാരണം പണിക്ക് കയറുന്നതിന് മുമ്പ് ഒരെണ്ണം അടിച്ചിട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും ഞാൻ. ആദ്യം നമുക്ക് വിളങ്ങ് പിടിച്ചാലോ? വേണ്ട, നമ്മൾ ഒറ്റ ഒരു തന്നെ പിടിക്കുന്നുള്ളു. 1,26,000 രൂപയുടെ ഈ മെയിൻ ആളിനെ തന്നെ പിടിക്കാം നമുക്ക്. അത് മതി. കണ്ട അണ്ടനെ അടകുടഞ്ഞൊക്കെ ബാക്കിയുള്ളവന്മാര് പിടിക്കട്ടാ. കഷ്ടപ്പാടുള്ളതല്ലേ നമ്മള് പിടിക്കണ്ടേ? ഇത് കടവുളെ ഈ പ്രാവശ്യം എന്റെ കൈ കൊണ്ട് എന്തായാലും അവൻ ചാവത്തില്ല. പക്ഷെ വിലങ്ങ് ഞാനായിരിക്കും അവനെ വിലങ്ങ് കൊണ്ട് കൂട്ടുന്ന. പക്ഷെ ബുദ്ധിയില്ലാത്ത രണ്ട് നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് പേടി. അത് കാണാം. നമുക്ക് കാണാം. ഞാൻ എന്തായാലും ഇത്രയും നേരമായിട്ട് ഞാനൊട്ടും നിനക്ക് കൊന്നിട്ടില്ല. കൊല്ലമുള്ളവരെ പോലും ഇതുവരെ കൊന്നിട്ടില്ല. അത് ശരി 5 വട്ടം പക്ഷെ ചത്തിട്ടുണ്ടെന്ന്. ഞാൻ ചത്തിട്ടുമില്ല. എന്റെ കഴിവെന്താണെന്ന് കാണാൻ കേട്ടോ. വാ. അല്ല, ഞാനൊരു കാര്യം പറട്ടെ. നമ്മള് പണിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇവൻ ഇത്രയും ബൗണ്ടി വാല്യൂ ഒക്കെ കിട്ടണമെങ്കിൽ ഇവൻ എന്തോ പ്രശ്നക്കാരൻ എന്തോ എന്റെ വെച്ചിട്ട് ആൾക്കാരുടെ കാശൊക്കെ തട്ടിച്ചുണ്ടോ? ഇയാളുണ്ടല്ലോ ബ്ലേഡിന് പൈസ വാങ്ങും. ഈ ലോൺ ഷാർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, ബ്ലേഡ് ഇവനെ തപ്പി നടക്കുകയാണ്. ഓരേക്കെന്നാണ് പൈസ വാങ്ങിയിട്ട് ഇപ്പം പൈസ കൊണ്ട് കളഞ്ഞത് ബെറ്റ് കൊടുത്തോണ്ട്. ഇത് നട റോട്ടിലാണല്ലോ കാണിക്കുന്നത്. ഇവിടെ എന്തുവാ? സർച്ച് ഏരിയ ഫോർ ദ സെൽ ടവർ. ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടല്ലോ അവള് സെൽ ടവറിന്റെ. ഇതിന് നമ്മള് കണ്ടുപിടിക്കണം അല്ലേ? ഒരു ഫുള്ള് കറങ്ങി നടക്കും കേട്ടോ. വെടിവെക്കല്ലേ? അമ്മ നമ്മളെ വെടിവെക്കൂ. അയ്യോ, ഞാനൊരു കാര്യം കേട്ടോ, നമ്മൾ ആര് എത്താലും കളിയോ ഇതാവും കേട്ടോ. ആരും ചാവാതെ നോക്കണം മാക്സിമം. ആരെങ്കിലും ഒരാളെ എത്താൻ ഫീലായി. ടവർ കിട്ടിയതുകൊണ്ട് അല്ലല്ല, പ്ലാന്റ് ഹാക്കിംഗ് ഡിവൈസ് ഉണ്ട് സെൽ ടവർ എന്ന് പറയുന്നവര്. ഇവിടെ ഹാക്കിംഗ് ഡിവൈസ് വെക്കണം. മുകളിൽ വന്നേ. അയ്യോ, വെടിവെക്കുന്നു. ടവർ കിട്ടി. ഓക്കെ ഞാൻ എന്താ ഹാക്കിംഗ് ഡിവൈസ് വെക്കണേ. ഇനി എന്തുവാണോടാ? സർച്ച് ഏരിയ ഫോർ ദ സെൽ ടവർ. ഇതല്ലേ സെൽ ടവർ? ഇതിനകത്ത് സാധനം വെക്കുകയും ചെയ്ത് ഞാൻ. ഞാൻ കാര്യം പറ്റേ 3 സെൽ ടവർ ഉണ്ടോ മൊത്തം? 3 എണ്ണം ഉണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ വെച്ചത്. ഒരെണ്ണത്തിനാണ് ഹാക്കിംഗ് ഡിവൈസ് വെച്ചത്. ഇനിയും 2 എണ്ണം എക്സ്ട്രാ ഉണ്ട്. അത് കണ്ടുപിടിക്കണം നമ്മള്. ഇതേപോലത്തെ അതാണ് ടാസ്ക്. വാ ഒരു മിനിറ്റ്. ഇവിടെ ഒന്ന് നോക്കിയാൽ കാണത്തില്ലേ? അത് ടവറില്ല. തോണ്ടാ ഞാൻ കണ്ടുപിടിച്ചു. ഇതോ ഫ്രണ്ടില് കണ്ടാ നേരെ. എടാ എനിമി ഉണ്ടല്ലോ. ഹെൽത്ത് അടിച്ചു പോവാ. ഓക്കെ ചാത്ത്.
അവന്റെ ഒക്കെ കളിയേ വാടാ. മുകളിലാണ്. മുകളിലെങ്ങനെ കയറുന്നേ? ഇതുവഴി ഇല്ല ഇതുവഴി പറ്റത്തില്ല. അല്ലല്ല ഇവിടെ എന്തേലും കാണും. പറ്റില്ല. വേറെ വഴി ഉണ്ടാവും. വേറെ വഴിയാണ്. വല്ല ലോറി എടുത്തോണ്ട് വരേണ്ടി വരുമല്ലോ എന്റെ മണ്ടേ കയറണമെങ്കിൽ. അങ്ങനൊന്നും വരാൻ വഴിയില്ല. വേണ്ട. വാ ഇവിടെ എടുത്തുണ്ട്. ഓക്കെ സെറ്റ്. രണ്ടാമത്തെ വെച്ച് ഇനി ഒരെണ്ണോടെ കണ്ടുപിടിക്കാനുണ്ട്. അതെവിടാടാ? അവിടെ നിന്നാണ് നമ്മൾ വന്നത്. എവിടെ? ഈ പച്ച കളർ ബിൽ ബോർഡിന്റെ അവിടെ ഇങ്ങനെ ആ ഭാഗത്ത്. അതുകൊണ്ട് ഞാൻ കണ്ടേ. സെറ്റ്. മേളിൽ നോക്കിയപ്പോ എവിടാന്ന് അറിയായിരുന്നു. ഇപ്പൊ എവിടാന്ന് നോക്കണം. ഇങ്ങോട്ടാ ഇതല്ലേ. ഇത് തന്നെ. സാധനം കിട്ടി. ഓ എനിക്ക് കൊല്ലേണ്ട ആവശ്യം വന്നില്ല. ഇപ്പൊ ബിൽഡിങ്ങിനകത്ത് കയറണം. അവനെ കൊല്ല്. അല്ലേ സെറ്റ്. 3 കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പരിപാടി എന്താ? വെയർ ഹൗസ്. ഇത് ഹാക്ക് ചെയ്ത് നമ്മള് ശരിക്കും സിഗ്നൽ ഇത് ഹാക്ക് ചെയ്തിട്ടാണല്ലോ സാധനം കണ്ടുപിടിച്ചത്. വെയർ ഹൗസ് കണ്ടുപിടിച്ചത്. പാടാന്നാ പിന്നെ നീ പാടാ. ഒരുമിച്ച് പാടാ. അതെന്തൊരു റേസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം വണ്ടി ഓടിച്ചു പോവാ. അത് എവിടുത്തെ റേസാണ്? പോടാ അവിടുന്ന്. നമ്മള് ഫസ്റ്റ് വണ്ടി ഇറങ്ങുന്നവരായിരുന്നു കറക്റ്റ്. നമ്മളാണ് ഇറങ്ങിയത്. നമ്മളൊരു സീരിയസ് മിഷൻ ചെയ്തോണ്ടിരിക്കുക. അവന്റെ റേസും തമാശയും. ഗോ ടു ദ വെയർ ഹൗസ്. വെയർ ഹൗസ് എന്താ? ഇതല്ലേ വെയർ ഹൗസ്? ഓക്കെ സെറ്റ്. ഓക്കെ അകത്ത് കയറി. കേട്ടാ ഇപ്പൊ അകത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഡോറ് തുറന്ന് കയറിയ ഞാനാണ്. അപ്പൊ പിന്നെ സൈലൻസറൊക്കെ ഓക്കെ. കുറെ പേരുണ്ടോ അകത്ത്? ബസ്സിനിടയിലുള്ളവനെ കൊന്നു. പടപടയെന്ന് പറഞ്ഞു. ഓക്കെ സൂക്ഷിച്ചു. അവനവിടെ പേടിച്ച് മുള്ളിരിക്കുന്നു. അവിടെ നീ ജീവനോടെ പിടിക്കുന്ന പറഞ്ഞ നിന്നെ ജീവനോടെ പിടിക്കും. കടവള ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ കയ്യിൽ ഞാൻ വിലങ്ങ് വെക്കുമെന്ന്. പറഞ്ഞ പോലെ ചെയ്ത് കണ്ടില്ലേ? നമ്മുടെ വണ്ടി കടവളെ എന്റെ വണ്ടി. ആരും ചാവല്ലേ. ചാവ നോക്കണം. അവന്റെ ഹെൽത്ത് നോക്കണേ. അവന്റെ ഹെൽത്ത് കുറഞ്ഞിരിക്കുകയാണ്. മുകളില് ഓക്കെ അവന്റെ കൂടെ ഇങ്ങനെ പോരണം തോന്നുന്നു. ഇവിടെ എടുത്തുണ്ടല്ലോ. ഓക്കെ പക്കടോള. ഇവന്റെ ആൾക്കാരല്ല കേട്ടോ ശരിക്കും. ഇവനെ കൊല്ലാമെന്ന ആൾക്കാരാണിത്. ഇവൻ പറ്റിച്ചവന്മാര്. ശരി ഓക്കെ വണ്ടി ഇവിടെ ഉണ്ട്. പുലിസൊക്കെ ഏതാ?
അത്രേ ഉള്ളു. പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിക്കും, അത്രേ ഉള്ളൂ. ഇവനല്ല ഇവന്റെ മൂത്താപ്പാനെ വരെ പിടിക്കും അല്ലേ മുകുൽസു? അത്രേ ഉള്ളു. വെല്ലിപ്പാനെ നമ്മള് പിടിച്ചു. അങ്ങനെ പലവരെയും പിടിച്ചു കൊടുത്തിട്ടാണ് വൈഡറുടെ ഇവരെത്തി. പത്നി ഞങ്ങളാണ് ഫസ്റ്റ്. കൊച്ചു പിള്ളേരെ പോലെ പോയി നിക്കുന്നു. കടവളെ നീ ഫസ്റ്റ് അവിടെ വന്നെന്ന് പറഞ്ഞാലും എത്തേണ്ടവൻ എത്തിയാൽ മാത്രമേ മിഷൻ കംപ്ലീറ്റ് ആവൂ, മനസ്സിലായോ? രാജാവ് അവിടെ എത്തണം, മനസ്സിലായോ? അത്ര മല്ലുവൈനും ഡെലിവേർഡ് ടാർഗറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനാണ് അവനെ കൊണ്ടു കൊടുത്തത്, ഞാൻ എന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കടവളെ, മനസ്സിലായോ? ഡെലിവറി കഴിഞ്ഞു പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിക്കും. ഞാൻ എന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇനി കഴിവ് തെളിയിക്കാൻ ഉള്ള രണ്ടുപേരേ ഉള്ളു. ഉണ്ടെങ്കിലല്ലേ തെളിയിക്കാൻ പറ്റൂ. അല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു സാധനം കണ്ടറാ. ആ അത് കാണാം. അത് എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ പോയാൽ അത് അവിടെ ഉണ്ടോന്നും എനിക്കറിയത്തില്ല. നീ വാ എന്തായാലും. ദൈവമേ, അത് അവിടെ കാണണേ. ഒരു ആൾക്കൂട്ടം ഞാൻ കണ്ടായിരുന്നു അവിടെ വെച്ച്. അവിടെ കൊണ്ടൊക്കെ പോക്കുണ്ടല്ലേ, ചത്തുവാണല്ലോ. എടാ, ഒരു ക്രിസ്മസിന്റെ സൗണ്ട് അല്ലേ കേട്ടെ? എവിടെ മണി അടിക്കുന്ന കടവളെ ഷഡിട്ടില്ലേ? താണ്ട 4 സീറ്റർ ഒരു വണ്ടി കിടക്കും. ഇത് കിടക്കാം. ബാബാ കയറി കയറി കയറി. ലക്ഷറി വണ്ടിയില്ലേ ഇയാള് പോത്തുള്ളൂ. പണ്ട് സൈക്കിൾ ഓടിച്ച് നടന്ന പയ്യനെ ആ വണ്ടി മോഷ്ടിച്ചാ പിന്നെ പോലീസ് വരും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ. പിന്നെ ഇയാളുടെ സ്വന്തം വണ്ടിയാണോ എടുത്തത്? അവിടെ ചില്ലടിച്ച് പൊട്ടിച്ചല്ലേ വണ്ടി എടുത്തോണ്ട് പോയേ? അത് നിങ്ങളല്ലേ എടുത്ത, ഞാനല്ലല്ലോ. പിന്നെ എന്തിനാ പോലീസ് നോക്കണേ? അന്ന് ഇയാൾ ഇറക്കി വണ്ടി നിറയ്ക്കോ? വണ്ടി നിറങ്ങി പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടോ? കാല് നല്ല വേദന, നടക്കാൻ വയ്യ. ആ അപ്പൊ പിന്നെ ഉണ്ടായിരിക്കണം. ഈ പ്രതിയും കൂട്ടുപ്രതിയും എല്ലാം പ്രശ്നക്കാരാ, മനസ്സിലായോ? ആണല്ലേ? അതെ. അങ്ങനെയൊക്കെ ഇവരിങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറയും. നമ്മളതൊന്നും മൈൻഡ് ആക്കരുത്. അത് നിന്നെ സ്റ്റോപ്പ് ദ കാർന്ന് എന്നോടാ പറഞ്ഞ. ബാസ്റ്റെടുന്ന് നിന്നെയും. ഈ പോലീസ് പഴയന്മാരെ കൊണ്ട് തോറ്റില്ല. ആകെ 2 സ്റ്റാറേ ഉള്ളൂ. പോയി തരുവോ? ഇപ്പോഴച്ചവന്മാർ എന്നെ കൊല്ലടാന്നാ വന്ന്. കൊല്ലടാ, നിന്റെ കുഴപ്പങ്ങ് തീർക്ക്. കൊറേ നേരമായി. ഒരു കാറ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് മറ്റേ തീവ്രവാദിയെ കാണുന്നല്ലോ അവൻ കാണുന്നത്. കൊറേ നേരമായി. വന്ന് കൊല്ല് ഇന്നേരം. ആ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളെ മരണത്തെ വിട്ടുകൊടുക്കില്ല, എന്നെ കൊന്നേക്കുന്നു. ചോദ്യം പുറകിന്ന് കുത്താനെ നിനക്ക് പഠിച്ചിട്ടുള്ള കടവളാ നീ. എന്താല്ലേ നമ്മുടെ ബുദ്ധി നോക്കണേ. അവരൊന്ന് കൊന്നെങ്കിൽ എന്താ, വീണ്ടും അവരുടെ കൺമുന്നിൽ വെച്ച് അതേ വണ്ടിയിൽ രണ്ടാമത് വരുമ്പോ പോലീസ് വരത്തില്ലെന്ന്. അതെ, ഞാനൊരു ഇതുവഴി പോകുന്ന വഴി ഒരു ക്ലബ്ബ് കണ്ടു. ആ ക്ലബിന്റെ ഫ്രണ്ടിൽ ഒരു കൂട്ടം ആൾക്കാരെയും കണ്ടു. ണെങ്കിൽ അല്ല, നമ്മള് പറഞ്ഞല്ലോ ഈ മിഷൻ ജയിച്ചാ കടവുളുടെ വക ട്രീറ്റ് അല്ലേ? ആ അപ്പോൾ കടവുള് ക്ലബ്ബിൽ പോയി ട്രീറ്റ് നടത്തട്ടെ നമുക്ക്. അപ്പൊ ഓൾറെഡി നൈറ്റ് ക്ലബിന്റെ ഓണറാണ് കടവള. അപ്പൊ ശരിക്കും പറഞ്ഞ രാത്രിയിലല്ലേ കൂടുതലും ബിസിനസ് കടവള. ഈ സമയത്താണ് സാധാരണ കടവളിനെ വിളിച്ച കിട്ടാത്തത്. തിരക്കാണ്. ആ നീ നിന്റെ നൈറ്റ് ക്ലബ് ഒന്ന് കാണട്ടെ. അങ്ങനെയുണ്ടോ? ഈ കൊച്ചു ഇന്ത്യൻ ആണോ? എനിക്കിവിടെ അമ്മച്ചി ഒരു ബിയർ. വോഡ്ക ഉണ്ടോ? വിസ്കി മതി. നിന്റെ ചെലവെന്ന് പറഞ്ഞിട്ട് പൈസ എണ്ണി കൊടുത്തിട്ടാണല്ലോ നമ്മൾ കുടിക്കുന്നത്. $55 ഒരു വിസ്കി അടിക്കണമെങ്കിൽ. അതിന് ഇയാള് വെള്ളം അടിച്ചാണോ അതോ വല്ല ജ്യൂസാണോ നീ വാങ്ങിച്ചു കുടിച്ചത്? എമ്മിന്ന് ആദ്യമായിട്ട് ഒരാൾ വെള്ളം അടിച്ചിട്ട് എമ്മിന്നൊക്കെ പറയുന്ന. ഓ ഡാൻസ് കളിക്കാം. ലോക്കലായി കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചു തുടങ്ങി. ലോക്കൽസിനെ അലൗഡ് ചെയ്ത് തുടങ്ങിയാ എന്റെ ഡാൻസ് ഇച്ചിരി വിഷയമായപ്പോ എന്തോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ആ കടവള, അപ്പം ഇവിടെ എന്തോ മിഷൻ എന്തോ ഉള്ള? വാ, നമുക്ക് ഇവിടെ സ്പെഷ്യൽ റൂം ഒക്കെ ഉണ്ടല്ലോ. അതാ വിളിച്ച കണ്ടപ്പോ എനിക്ക് തോന്നുന്നു നിനക്ക് എക്സ്ട്രാ സ്പെഷ്യൽ റൂം ഉണ്ടത്. ഇത്ര വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടോ അതിനകത്ത്?
കൊള്ളാം അത് നീ ജോലി എന്തോന്ന് പറ ചുമ്മാ നക്കാപ്പിച്ച പരിപാടിയൊന്നും എന്നെ കിട്ടത്തില്ല അവളെ അങ്ങനെ പറ. ടോട്ടൽ ഏർണിങ്സ് 53 ലക്ഷം ഉണ്ടാക്കിയ നീ ഈ ബിസിനസ് വഴി. പിന്നെ കാശ് വേണ്ടേ? കൊള്ളാലോ അവളെ. സെൽ ഗുഡ്സ് അയ്യേ, ഇതിനാണ് നീ നമ്മളെ കൊണ്ടുവന്നേ? എന്റെ ഡെലിവറി വെഹിക്കിൾ എന്തോ വലിയ സംഭവം ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നമ്മളെ വെടിവെക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വില്ലന്മാരാരെങ്കിലും വരുമോ? വില്ലന്മാരെയൊക്കെ ഞാൻ പറഞ്ഞു കാശ് കൊടുത്തങ്ങ് ഒതുക്കണം കേട്ടോളെ. ആള് റേസ് ആയിരുന്നല്ലേ അവിടെ വെച്ച്? ഓ ശരിയാണ്, മുകളിൽ ഫസ്റ്റ് ആവൂല, അത് ഉറപ്പാ. കാരണം ഫസ്റ്റ് ഉണ്ണിയേട്ടൻ ഫാസ്റ്റ്, ഉണ്ണിയേട്ടൻ ഫാസ്റ്റ്, ഉണ്ണിയേട്ടൻ ഫാസ്റ്റ്. ഗ്ലോബൽ സിഗ്നലാ മുകുൾസ് കൊല്ലല്ലേ? ഗ്ലോബൽ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞ കാണിച്ചപ്പോ മുകുൾസ് വണ്ടിക്ക് അറിയോ? ഞാനൊരു കാര്യം പറട്ടെ, നമ്മുടെ ഈ വണ്ടി ഈ ചരക്ക് കൊണ്ടുപോകുന്ന കാര്യം ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. സിഗ്നല് പോയിട്ടുണ്ട്. ഇവിടെ 3 വൈഫൈ കിടന്ന് മിന്നുന്നു. അപ്പോൾ നമുക്ക് സേഫ്റ്റി വേണം കടവള. അത് ഫോണിൽ റേഞ്ച് ഇല്ലായിട്ടാണ്. അല്ലെന്ന് നീ മുക്കുളിച്ച് നീ ശ്രദ്ധിച്ചു. ഇപ്പം വെറും നമ്മളെ പണിക്കാരനാക്കുവാണ് ഇവന്റെ ക്ലബിലെ. അത് തന്നെയാണ്. ബാക്കിൽ നിന്ന് ഒന്നൊന്ന് ഇടിച്ചു അവിടെ. അങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് അനങ്ങട്ടെ. ഇത്രയും വലിയ ഇടി ഇടിച്ച വണ്ടി അങ്ങ് എത്തൂല പുല്ലേ. അയ്യോല്ലോ ഇടി. ഒരു ഫുട്ബോൾ കളിക്കുന്നവനവിടെ. ആ പയ്യെ അടിച്ചോ കടവള, പയ്യെ തട്ടിത്ത അത്രേ ഉള്ളു. ഓ സെറ്റ്. അതുപോലെ 2 തട്ടൊക്കെ തട്ടടക്കേ. ഫ്രണ്ടിന് വണ്ടി. ആ ഓക്കെ സെറ്റ്. യോ വഴി മാറി. കടലിലാക്കി, കോടികളൊക്കെ കടലിലാക്കിയിട്ട് 2 ലക്ഷത്തിന് രൂപയുടെ സ്റ്റോക്കിന് 1.30 കിട്ടി. ഇപ്പൊ ആർക്ക് നഷ്ടം? കടവുള്ളു നഷ്ടം. ബൈ ഗൈസ്, ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് എന്താ ഉള്ളത്, മറ്റേ നിങ് മണി അടിച്ചു. ഓക്കെ ഗൈസ്, എല്ലാരും നിം അടിച്ചു പൊട്ടിക്ക് ഗൈസ്. അത്രേ ഉള്ളു. നിം അടിക്കാൻ മറക്കല്ലേ.